ഡ്രൈ സ്കിൻകാരുടെ ഒരു എന്താ പറയുക ഒരു ദൈവം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. അതല്ല ഞാൻ വെറുതെ പറയത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ടാനൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടി ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് ഇതിന്റെ എന്താണ് റിസൾട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം കേട്ടോ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ഞാനല്ല. ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരും എന്ന് തന്നെ ഞാൻ പറയും. കാരണം അങ്ങനെ ഉണ്ട് ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും ഒരു മിറാക്കിൾ കൊണ്ടുവരാൻ പറ്റുന്ന എന്റെ മേക്ക് എവിടെ പോയി നമ്മുടെ സ്കിന്നിന് ഉറപ്പായിട്ടും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ കൊണ്ടുവരാൻ പറ്റിയ ഒരു ക്രീമാണ് കേട്ടോ. ഇത് ഹോം മെയ്ഡ് ക്രീമാണ്. അപ്പം ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കാണിച്ചുതരാം. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അമേസിംഗ് ആയിട്ട് സത്യമായിട്ടും അമേസിംഗ് ആയിട്ട് ഒരു റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ അത് കണ്ടിട്ട് വരും, എന്നിട്ട് ബാക്കി ഡീറ്റെയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. പിന്നെ നമുക്ക് ഇവിയോൺ വേണം, വിറ്റാമിൻ ഇ വേണം, പിന്നെ അലോവേര ജെല്ല് വേണം കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 2 സ്പൂൺ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിലും അതേ ഈ റേഷ്യോയിൽ തന്നെ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 2 ഇവിയോൺ, നമ്മൾ 2 വിറ്റാമിൻ ഇ ഓയിൽ കൂടിയിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു ക്രീം നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ. അപ്പം അതേ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്കിത് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് കൊടുക്കാമേ, നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലാതെയോ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രീമിന്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് ദിവസമായിട്ട് ചോദിക്കുന്നു. നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ അലോവേര ജെൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലും ആൽമണ്ട് ഓയിലും പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂളും ആട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ, അത് നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രേപ്പ് സീഡ് ഓയിൽ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ട് ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോൾ. നല്ലതാണ്, അതും നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടിട്ട് യൂസ് ചെയ്യാം. നല്ലതായിട്ട് സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ തരും കേട്ടോ. ഉറപ്പായിട്ടും ഇത് എന്താ പറയാ, സത്യം എനിക്ക് എന്റെ സ്കിന്നിൽ നല്ല എഫക്റ്റീവായിട്ട് ഞാൻ ഒരുപാട് തവണ നമ്മുടെ വിറ്റാമിൻ ഇയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലോവേര ജെല്ലിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ആൽമണ്ട് ഓയിലിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക്. ഭയങ്കര റിസൾട്ടാണ് നമുക്കിത് തരുന്നത്. നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ നിങ്ങൾ ഫേസ് എല്ലാം വാഷ് ചെയ്ത് മേക്കപ്പ് എല്ലാം തന്നെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു 1-2 തുള്ളിയല്ല കുറച്ച് ക്രീം എടുക്കുക. ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ആവശ്യമില്ലാത്ത കുറെ ഉണ്ടല്ലോ ബ്ലീച്ചിങ് കാര്യങ്ങളൊക്കെ റിമൂവ് ആയിക്കോട്ടും. ഇതിന്റെ കൂടെ നമുക്ക് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അപ്പം നിങ്ങൾ ഇത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ സത്യമായിട്ടും നല്ല രീതിയിൽ തന്നെ ഗ്ലോ കിട്ടും. ഇത് ഞാൻ എടുത്തു പറയുന്നത് ഡ്രൈ സ്കിൻകാർക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വിന്റർ സീസൺ ആണ്. ഡ്രൈ സ്കിൻകാർക്കാണ് ഇത് ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. സത്യത്തിൽ ഡ്രൈ സ്കിൻകാരുടെ ഒരു എന്താ പറയുക ഒരു ദൈവം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. നമുക്ക് ഈ ഒരു ക്രീമിനെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് ഡ്രൈ സ്കിൻകാർക്ക്, ഞാൻ ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ ഡ്രൈ സ്കിൻകാർ ഒരു ദിവസം മോയ്സ്ചറൈസർ ഇട്ടില്ല എങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും വലിഞ്ഞ് പിടിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇത് മാറ്റിത്തരും കേട്ടോ. അടുത്ത ദിവസം ആകുമ്പോൾ തന്നെ ഒരു സ്കിന്നിൽ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയിട്ട്
ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. എന്നോട് ഉറപ്പായിട്ട് നിങ്ങൾ പറയും നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് എന്ന് ഉറപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് റിസൾട്ട് തന്ന ഒരു ക്രീമാണിതെന്ന് പറയുമ്പോഴത്തേക്കും വെറും പണ്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഡ്രൈ സ്കിൻകാർ നിങ്ങൾ ഒന്നും നോക്കാണ്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കോളും. കുറച്ച് കൂടുതലായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഇരിക്കുന്നത് തന്നെ ഒട്ടും ലൈറ്റ് ഇല്ലാത്തൊരിടത്താട്ടോ. ലൈറ്റിങ്ങിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടാവും, ഉറപ്പായിട്ടും ലൈറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാല് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നല്ല റിസൾട്ട് ആണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ വെറുതെ പറയത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിനെ കുറിച്ചിട്ട്. കാരണം നമുക്ക് ഇതിടുമ്പോൾ തന്നെ നമ്മളെ കയ്യിലൊക്കെ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. കാരണം ആ ഡ്രൈ സ്കിൻ ആ ഒരു ഡ്രൈ ആയിരിക്കുന്നതൊക്കെ മാറി എന്റെ ഈ 2 കയ്യിലും ഈ ഒരു കയ്യിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നതൊക്കെ മാറി സ്കിൻ ഒരു ഗ്ലോ നമുക്ക് ഉറപ്പായിട്ട് തരും. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കും, ഉറപ്പായിട്ട് റിസൾട്ട് ആണ്. സ്കിന്നിൽ അത്യാവശ്യം നമുക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ടാനൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും പിഗ്മെന്റേഷൻ ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിൻകാരെ നോക്കി വെച്ചോളൂ, നിങ്ങൾ മറക്കണ്ട. അടിപൊളി ഗ്ലോ തരുന്ന ഒരു ക്രീമാട്ടോ ഇത്, മറക്കരുത്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ നിർത്തത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്രീമാണ്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് എന്നോട് നിങ്ങൾ പറയണം. നിങ്ങൾ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് ഇതിന്റെ എന്താണ് റിസൾട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോസും ഓരോ ക്രീംസും ഞാൻ യൂസ് ചെയ്യുന്നത് ഓരോന്നും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്നവർ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ഒട്ടും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിൻകാർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻകാരെന്നുള്ള ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക, അത് മസ്റ്റ് ആണ്. അപ്പം ബാക്കി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പം എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ സ്കിൻ കെയർ എങ്ങനെയൊക്കെയാണെന്നും. ഇതൊക്കെ തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ അടിച്ച് പറയുക. അപ്പം നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാട്ടോ. നിങ്ങൾ കമന്റ് എന്തായാലും പറയണം. ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ലൈവ് വരുമ്പോഴും നല്ല പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങളെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നതിനെക്കാളും എനിക്ക് കമന്റ് ആയിട്ട് മറ്റുള്ളവരും കൂടെ കാണും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് മറ്റുള്ളവരും കൂടെ കാണുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവർക്കും കൂടിയിട്ട് കുറച്ചുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പ്രചോദനമാകുമല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്തായാലും മസ്റ്റായിട്ട് എന്നോട് പറയുക. അപ്പം ബൈ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ലവ് യു. അപ്പം നിങ്ങൾ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ബൈ, വീണ്ടും ലവ് യു.